യേശുവിൻ്റെ ജനസമ്പർക്ക പരിപാടിയാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. ഈ ജനസമ്പർക്ക പരിപാടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശു ഒറ്റയ്ക്കല്ല, കുറേ അധികം ശിഷ്യന്മാരെ 2 പേർ വീതം വിടുകയാണ്. കുറച്ചും കൂടി മിഷൻ എക്സ്പാൻഷൻ നടത്തുന്ന സമയത്ത് യേശു ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ജനങ്ങളുടെ അടുത്തേക്ക് ക്രിസ്തുവിനെത്തണം, എല്ലാവരിലേക്കും ആ ഒരു ദൈവരാജ്യത്തിൻ്റെ സന്ദേശം എത്തണം, എല്ലാവരിലേക്കും പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകണം. അങ്ങനൊരു ചിന്ത എവിടെയോ സ്റ്റേഷൻ ഉണ്ടാകുമ്പോൾ യേശു 2 പേരെ വീതം വിളിക്കുകയാണ്. പിന്നാലെ നടന്നവർ ഒട്ടനവധി പേരാണല്ലോ. ഇവരെല്ലാവരും വിളിച്ചിട്ട് യേശു പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പോകാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നിങ്ങൾ പോകണം. ഒരു മുൻപേ നടത്തം എന്ന് വേണമെങ്കിൽ ഇത് നമുക്ക് വിശേഷിപ്പിക്കാം. യേശു വരുന്നുണ്ട് പിന്നാലെ, പക്ഷെ അതിനു മുമ്പേ നിങ്ങളൊന്ന് പോയിട്ട് അവിടെ ചെന്ന് ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു പ്രിലിമിനറി സ്റ്റേജ് എന്നോളം നിങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു സാധാരണക്കാരായ മനുഷ്യരെ വിളിച്ചിട്ട് യേശു അധികാരം നൽകി. അവർക്ക് പിശാചുകളെ പുറത്താക്കാനുള്ള അധികാരം നൽകി, അവർക്ക് അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനുള്ള അധികാരം നൽകി, അങ്ങനെ അവർ അനേക രോഗികളെ സുഖപ്പെടുത്താനുള്ള അധികാരം നൽകി. ഇങ്ങനെ കൃത്യമായി ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മിഷൻ അവർക്ക് നൽകുകയാണ്. സാധാരണക്കാർക്ക് ഇത് കിട്ടിയപ്പോൾ അവരോട് ക്രിസ്തു കരുതലോടെ നിൽക്കാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ ക്രിസ്തു പറയുകയാണ്, ഇത് വലിയൊരു കൃപയാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്, പക്ഷേ ഇതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങളാണ് ആദ്യം ഗോസ്പലിൽ യേശു പറയുന്നത്. നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ചെരുപ്പ് ധരിക്കാം, പക്ഷെ 2 ഉടുപ്പ് ധരിക്കരുത്. നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ താമസിക്കണം. നിങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നില്ല എന്ന് തോന്നിയാൽ നിങ്ങളുടെ കാലിൻ്റെ പൊടി തട്ടിക്കളയണം. ഇങ്ങനെ ചില പ്രിക്കോഷൻസൊക്കെ നിങ്ങൾ എപ്പോഴും ഉള്ളിൽ സൂക്ഷിച്ചിരിക്കണം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാവും. ഇതെല്ലാം കേട്ട് നിൽക്കുമ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ജനങ്ങളുടെ ഇടയിലാണ്. അവർ യേശു പറഞ്ഞതുപോലെ പോയി നോക്കുമ്പോൾ അവരുടെ മുമ്പിലും വലിയൊരു ജനക്കൂട്ടമുണ്ടായി. അവരെ കേൾക്കാനും മനുഷ്യരുണ്ടായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ യേശുവിൻ്റെ ഉദ്ധാരത്തിന് ശേഷം ചെയ്ത നിരവധിയായ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്, എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് മിഷനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരു ഫസ്റ്റ് പ്രിലിമിനറി ടെസ്റ്റൊക്കെ അവർക്ക് നടത്തി കഴിഞ്ഞു. ഇപ്പോൾ അവർ ഓക്കെയാണ്. ഒരു ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഇപ്പോൾ നന്നായിട്ട് അറിയാം. യേശുവിന് ഒത്തിരി പ്രാവശ്യമൊന്നും അവരെ വിട്ടില്ല. ഒരിക്കൽ മാത്രമാണ് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ എന്നുള്ള രീതിയിൽ അവരെ വിട്ടത്. എന്നിട്ട് വീണ്ടും തിരിച്ച് യേശുവിൻ്റെ അടുത്തിനെയാണ് അവർ അവസാനം വരെ നിർത്തിയിട്ടുള്ളത്. ഗോസ്പൽ നമ്മൾ വായിക്കുമ്പോൾ ഒരിടത്ത് മാത്രമാണ് യേശുവിനെ അയച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അതിന് ശേഷമോ അതിന് മുമ്പോ പിന്നീട് നമ്മൾ കാണുകയില്ല. പ്രിയമുള്ളവരെ, ഇത് യേശുവിൻ്റെ വളരെ മനോഹരമായൊരു ശ്രദ്ധയാണ്. തൻ്റെ കൂടെ നിൽക്കുന്നവർ എന്തിനു വേണ്ടിയാണെന്ന് ക്രിസ്തുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. വെറുതെ കൂടെ നിർത്തുക എന്നുള്ളതല്ല, ഇവരെ ജനങ്ങളുടെ ഇടയ്ക്ക് അയക്കുക, ഇവരെ ജനങ്ങളുടെ ഭാഗമാക്കി തീർക്കുക, അവർക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രതി സദ്വാർത്ത നൽകുക. ഇങ്ങനെ തൻ്റെ ഇൻസ്പിറേഷനിൽ ഇവരെല്ലാവരും താൻ ചെയ്യുന്ന ജോലി ചെയ്യണം, തൻ്റെ ദൗത്യം പൂർത്തിയാക്കണം. ഇതാണ് ക്രിസ്തുവിൻ്റെ ഉള്ളിലെ ലക്ഷ്യം. അതിനൊരു പ്രാക്ടിക്കൽ സെക്ഷൻ അവർക്ക് നൽകിയപ്പോൾ അവർ വളരെ മനോഹരമായിട്ട് ചെയ്തു. ഇതിനുശേഷം നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ഇവാലുവേഷനൊക്കെയാണ്. അവർ തിരിച്ചു വന്ന് അതിൻ്റെ അനുഭവങ്ങളൊക്കെ പറയുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ സംഭവിക്കും. കർത്താവ് നമ്മളുടെ ഇടയിലുണ്ട്. ജനസമ്പർക്ക പരിപാടി എന്ന പോലെയൊക്കെ കർത്താവ് ചില മനുഷ്യരെയൊക്കെ നമ്മളുടെ ഇടയ്ക്ക് അയക്കും. നമ്മൾ വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടാവും. ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ മനസ്സിലാവും എത്രയോ മനുഷ്യരാണ് ഈ ക്രിസ്തുവിൻ്റെ ചില ദൗത്യം നമ്മുടെ മുമ്പിൽ പറഞ്ഞു തീർക്കുന്നതല്ലേ. ചില മനുഷ്യരൊക്കെ ഒന്ന് ഓർത്ത് നോക്കി, ലിറ്റററി ഈ സുവിശേഷത്തിൽ പറയുന്ന പോലെ ജീവിക്കുന്ന മനുഷ്യരില്ലേ. അവർക്ക് വേണ്ടി ജീവിക്കാതെ, അവർക്ക് വേണ്ടി പണം കരുതാതെ, അവർക്ക് വേണ്ടി അവരെ സ്വന്തമെന്നൊന്നും സൂക്ഷിക്കാതെ ഈ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ചില മനുഷ്യരൊക്കെ ഇല്ലേ. അവരെ ഈ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന മനുഷ്യരാണ്. അവർ നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ചില മനുഷ്യരാണ്. ഇങ്ങനെ നമുക്കിടയിൽ നിന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ചില മനുഷ്യർക്കൊക്കെ ക്രിസ്തുവിൻ്റെ മുഖവും സുഗന്ധവുമുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യർ നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുമ്പോൾ അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇനി നമ്മൾ ആ സ്നേഹം മനസ്സിലാക്കാതെ നിൽക്കുമ്പോൾ പോലും അവർ കാലിലെ പൊടി തട്ടിക്കളഞ്ഞിട്ട് വളരെ മനോഹരമായി ഇങ്ങനെ വഴുതി പോകുന്നില്ലേ. ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇങ്ങനൊരു മുഖമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടി ജീവിക്കുന്ന ചില മനുഷ്യർക്ക്, നമ്മളുടെ ഇടവകയിലെ വികാരിയച്ഛന്, നമ്മളുടെ ഇടവകപ്പള്ളിയിൽ ഏറ്റവും നമ്മളെ സ്വാധീനിച്ച ആ സിസ്റ്ററിന്, നമ്മളെ ജീവിതത്തെ തഴുകിപ്പോയ ആ സൗഹൃദങ്ങൾക്ക്, ഇവർക്കൊക്കെ ക്രിസ്തുവിൻ്റെ മണവും ക്രിസ്തുവിൻ്റെ മുഖവുമുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ കാണുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ക്രിസ്തുവിനെ കണക്ക് ചില മനുഷ്യർ നമ്മുടെ ഇടയിൽ ഇറങ്ങി ജീവിക്കുന്നുണ്ട്. അവരെയൊക്കെ കുറച്ചും കൂടി ഗൗരവത്തോടെ കാണണമെന്ന് ഇത് ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവർക്കൊന്നും ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അതേ മൂല്യങ്ങളൊന്നും ഉണ്ടായി കാണത്തില്ല. ഇവരൊക്കെ യേശുവിൻ്റെ സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തവർ മാത്രമാണ്. പക്ഷേ
അവർ ഈ കുറച്ച് മനുഷ്യരിടയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതം വളരെ മനോഹരമായി പ്രസരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുമ്പിൽ പ്രസരിപ്പിക്കുന്ന ആരോ ഒരാൾ നമ്മുടെ മുമ്പിലില്ലേ, അവരെ കുറച്ചും കൂടി സ്നേഹത്തോടെയും ക്രിസ്തുവിനോട് കാട്ടുന്ന ആദരവ് പോലെയുമൊക്കെ ഇനി മുതൽ പെരുമാറണമെന്ന് തോന്നുന്നു. അത് കുറച്ചും കൂടി നമ്മളെ ക്രിസ്തുവിലുള്ള സ്നേഹത്തിലേക്ക് അടുപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.